വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മുടെ സെപ്റ്റി ടാങ്ക് കൊണ്ട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗൃഹനാഥയും ഗൃഹനാഥനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല വീടുകളിലെ ഡൈവേഴ്സ് പോലും ഈ ഒരു പ്രശ്നം കൊണ്ട് സംഭവിക്കുന്ന വീടുകൾ ഉണ്ട്. ഇത് സൗത്ത് ഈസ്റ്റിലാണ് വെക്കുന്നതെങ്കിലോ നമുക്ക് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നം, മൂത്ത മകൾക്ക് എന്ത് കാര്യത്തിനും തടസ്സങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതുമൂലം ഉണ്ടാകും. നമസ്കാരം, നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു ഫുങ്ഷുയി കൺസൾട്ടൻ്റായ സുരേഷ് സാറാണ്. നമസ്കാരം സാർ. സാർ 20 വർഷമായി. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത്, നമ്മൾ വീട് വെക്കാൻ തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഈ സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് വാട്ടർ ടാങ്കൊക്കെ നമുക്ക് ഇന്ന സ്ഥലങ്ങളിൽ വെച്ചാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ദിക്കിൽ അത് വരാൻ പാടില്ല എന്നുണ്ടല്ലോ, അതിനെപ്പറ്റി സാറിന്റെ എന്താണ് അഭിപ്രായം? അത് നമുക്ക് വാസ്തുവിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 2-3 കാര്യങ്ങൾ പറയാം. നമ്മുടെ വീട് വെച്ചു, വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മുടെ സെപ്റ്റി ടാങ്ക് കൊണ്ട് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ ഗൃഹനാഥയും ഗൃഹനാഥനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, പല വീടുകളിലെ ഡൈവേഴ്സ് പോലും ഈ ഒരു പ്രശ്നം കൊണ്ട് സംഭവിക്കുന്ന വീടുകൾ ഉണ്ട്. വാസ്തുപ്രകാരം ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. എല്ലാ ഡൈവേഴ്സും ഇതുകൊണ്ടാണെന്നുള്ള എല്ലാം പറയുന്നത്, ഇങ്ങനെയും ഉണ്ടാകാം. ഇനി ഗൃഹനാഥയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഇതുമൂലം സംഭവിക്കാം. ഇത് നോർത്ത് ഈസ്റ്റിൽ കൊണ്ടുവച്ചാലോ നമ്മൾ എന്ത് കാര്യങ്ങൾ ഇറങ്ങിയാലും തടസ്സങ്ങളായിരിക്കും, മൊത്തത്തിൽ പ്രശ്നമാവും. മനസ്സിലായില്ലേ? മാത്രമല്ല വിദ്യാഭ്യാസവും ഒക്കെ ഇതുകൊണ്ട് സാരമായ രീതിയിൽ ബാധിക്കും. ഇത് സൗത്ത് ഈസ്റ്റിലാണ് വെക്കുന്നതെങ്കിലോ നമുക്ക് കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നം, മൂത്ത മകൾക്ക് എന്ത് കാര്യത്തിനും തടസ്സങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതുമൂലം ഉണ്ടാകും. അപ്പൊ നമുക്കിത് എവിടെ വെക്കാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഇപ്പൊ നമുക്ക് വാസ്തുവിൽ പറയുന്നുണ്ട്, വീടിന്റെ വടക്ക് പടിഞ്ഞാറിന്റെ വടക്കിൽ ഇത് സ്ഥാപിക്കാം എന്ന് പറയുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിന്റെ നോർത്തിൽ ഇത് ചെയ്യാം എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിൽ നമുക്കിതിനെ മാറ്റാം. ഇതിപ്പം സാർ ഒരു ഫ്ലാറ്റിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇപ്പൊ ഇതൊക്കെ എവിടെയാന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ അറിയാനുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫുങ്ഷുവില് എന്തെങ്കിലും ടൂൾസ് ഒക്കെ വെച്ച് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇത് നമുക്ക് ഫ്ലാറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് ഇതിനൊക്കെ റെമഡികളുണ്ട്. മനസ്സിലായില്ലേ? അത് ഏത് സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വാസ്തുമണ്ഡലം തിരിച്ചുകൊണ്ട് അതിന്റെ പിരമിഡുകളും മറ്റുമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എനർജി ലെവലിന് പുറത്താക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അത് നമുക്ക് അത്യാവശ്യം റിസൾട്ട് കിട്ടുന്നുണ്ട്. ഏതാണ് ഇങ്ങനെ വാസ്തുമണ്ഡലത്തിൽ നിന്ന് വെളിയിലാക്കിക്കൊണ്ട് നമുക്ക് പിരമിഡുകൾ ഉപയോഗിച്ചു കൊണ്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ചിലര് ചെറിയ മതിലൊക്കെ കെട്ടിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ പിരമിഡ് വയ്ക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട് കടന്നു വരുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലമെന്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ ഈ ഫ്ലാറ്റിലൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് അവിടെയും നമുക്ക് ഫെങ്ഷുയി ചെയ്യാൻ പറ്റും. അവിടെയും വീടിന്റെ അല്ലെങ്കിൽ ഫ്ലാറ്റിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക, എന്നിട്ട് ഓരോ മുറികളുടെയും സ്റ്റാറുകൾ എടുക്കുക, എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കി വീടിന്റെ ഓരോ ദിക്കുകളിലായിട്ട് ചില എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കി നമുക്ക് സ്വീകരണ മുറിയിൽ ബാലൻസ് ചെയ്യാം. ഓക്കെ. ഇതിപ്പം കുട്ടികളുടെ പഠിത്തം അതൊക്കെ ഇതിന് ബാധിക്കുമോ? അപ്പൊ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, കുടുംബത്തിന്റെ ഐക്യമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഫുങ്ഷുവിൽ പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇപ്പം വീടിന്റെ അല്ലെങ്കിൽ ഫ്ലാറ്റിന്റെ ദിക്ക് കണക്കെടുക്കുമ്പോൾ പല ദിക്കിലും പല പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പൊ നമ്മളൊരു വീടിന്റെ സൗത്ത് ഈസ്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ ഫ്ലാറ്റുകാരനായിരിക്കും ആ സൗത്ത് ഈസ്റ്റ് റൂം ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ ഇതിലേക്കായിരിക്കും പോയിരിക്കുന്നത്. നമ്മുടെ ആ സ്ക്വയറിൽ നിന്ന് അത് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ലിവിംഗ് റൂം എടുത്തുകൊണ്ട് ആ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിൽ അതിനെ പരിഹരിക്കും. മനസ്സിലായില്ലേ? ആ പരിഹരിക്കുമ്പോൾ നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കുറഞ്ഞു പോയ ആ ഒരു റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് കയറി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നോണ്ട് കാര്യമുള്ളത്. അല്ല നമ്മൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന റിസൾട്ട് കിട്ടണം. മനസ്സിലായില്ലേ? ആ റിസൾട്ട് ഫെങ്ഷുയി തരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ സൗത്ത് ഈസ്റ്റ് കോർണർ നിങ്ങൾക്ക് മിസ്സിംഗ് ആണെന്ന് കരുതുക. നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ട് സമ്പത്തിന്റെ ഒരു ഗോഡിന്റെ സ്റ്റാച്യു അവിടെ വെക്കാം. അതേപോലെ തന്നെ അവിടെ ഒരു വെൽത്ത് ഷിപ്പ് വെക്കാം, ഡബിൾ 8 സിംബൽസ് വെക്കാം, ഒരു വെൽത്ത് വേസ് വെക്കാം. അപ്പോൾ ഒരു പ്രശ്നത്തിന് ഒരുപാട് മരുന്ന് നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല, 1-2 റെമഡികൾ ചെയ്താൽ മതിയാവും. അപ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് കടന്നു വരും. ഒരുപാട് ആൾക്കാർ ഇന്ന് ഫെങ്ഷു ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട്
നമ്മൾ ഫംഗ്ഷി രംഗത്തുണ്ട്. ഒരു 10-20 വർഷം കൊണ്ട് ഞാൻ കൺസൾട്ടിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 8-10 വർഷത്തോളം കൊണ്ട് യൂട്യൂബുകളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും പിന്നെ മെസ്സേജുകൾ ആൾക്കാരിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. പലരും ഇത് പരീക്ഷിച്ച് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ഫംഗ്ഷി ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം. മാത്രമല്ല, ഇത് ഞാനൊരാൾ കണ്ടുപിടിച്ച ശാസ്ത്രമൊന്നല്ലല്ലോ, ലോകം മൊത്തം ഫംഗ്ഷി ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ ഫംഗ്ഷുവില് ഏറ്റവും നമുക്ക് വീട് പോലും പൊളിച്ചു മാറ്റാതെ നമുക്കത് റിസൾട്ട് കിട്ടും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്തിനു പറയുന്നു, ഒരു ചെറിയ ഓരോ വീടിന്റെ ഫംഗ്ഷി ഒന്നും ചെയ്യാതെ ചില ടൂളുകൾ വെച്ചിട്ട് പോലും റിസൾട്ട് കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തില് സെപ്റ്റിക് ടാങ്ക്, വാട്ടർ ടാങ്ക്, വേസ്റ്റ് വാട്ടർ ഒക്കെ എവിടെയാണെന്നെങ്കിലും അറിയാം. പക്ഷെ ഒരു ഫ്ലാറ്റിലുള്ളവർക്ക് അത് അറിയില്ല. കൺസ്ട്രക്ഷൻ സമയത്ത് ചെയ്താണെങ്കിൽ നമുക്കത് മാറ്റാൻ കൂടി പറ്റില്ല. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇങ്ങനത്തെ എലിമെന്റ്സ് നിങ്ങളൊന്ന് വീട്ടിലോ ഫ്ലാറ്റിലോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് വരും. അത് നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് കാണും. കുറേ ഡൗട്ട്സ് ഞങ്ങൾ ഓരോ എപ്പിസോഡിലായിട്ട് പറയുന്നുണ്ട്. അത് പ്രീവിയസ് എപ്പിസോഡ്സ് കാണുക. തുടർന്നുള്ള എപ്പിസോഡ്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് ആയിരിക്കും ഞങ്ങൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തുടർന്ന് എല്ലാവരും കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.